ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ചയുടെ പകൽക്കാലം ഒരുമിച്ച് ഈ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിൻ്റെ ദാസനോടും നിങ്ങളോട് ഓരോരുത്തരോടും ചേർന്ന് ഈ കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാനിയൽ, എൻ്റെ വൈഫ് മിനി, മൂത്ത മകള് ഷേബ, ഇളയ മകളുണ്ട് ഫേബ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ ആകുവാൻ കർത്താവിൻ്റെ ദാസൻ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഒരുപാട് നാളുകളായി ക്ഷണിക്കുന്നു. നാട്ടിൽ ഉള്ള സഭയിൽ കടന്നു വരണം. പലപ്പോഴും സാധിച്ചില്ല. കർത്താവിൻ്റെ ദാസൻ്റെ സമയവും ഞങ്ങളുടെ സമയവും ഒക്കെ വളരെ ബിസിയായിട്ട് പോകുന്ന ഈ ഷെഡ്യൂളിനകത്ത്. എന്നാൽ ഇങ്ങനെ ഒരവസരം കർത്താവിൻ്റെ ദാസൻ തന്നതോർത്ത് കർത്താവിൻ്റെ ദാസൻ റോയ് പാസ്റ്ററോടും പ്രിയ ദൈവസഭയോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റോയ് പാസ്റ്റർ പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരംഗത്തെ പോലെ ഞങ്ങളെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കുടുംബമായും ഞങ്ങളുടെ സഭയിലും ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ദാസൻ 10 ദിവസവും 2 ആഴ്ചയൊക്കെ വീട്ടിൽ വന്ന് താമസിക്കുന്നതാണ്. വന്ന് താമസിക്കുന്ന അത്രയും ദിവസവും പ്രാർത്ഥനയിൽ ചെലവാക്കുവാൻ താൻ സമയം കണ്ടതാണ്. ഒരുപാട് ദൈവദാസന്മാരെ ഞങ്ങൾ കാണുകയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ അവർക്കൊക്കെ ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകതയാണ്, വന്നു കഴിഞ്ഞാൽ പോകുന്ന ദിവസം വരെ തൻ്റെ റൂമിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സ്വഭാവമാണ് കർത്താവിൻ്റെ ദാസൻ. ദൈവം അതുകൊണ്ട് ദിവസങ്ങളിൽ ഒരുപാട് മാനിക്കും, ഒരുപാട് ഉയർത്തും. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെ പിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ കുടുംബം അതുപോലെ തന്നെ മാതാവ് ഒക്കെയും അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മുമ്പേ ഓർപ്പിച്ച പോലെ ബഹ്റൈനിലാണ് ജോലിയോടുള്ള ബന്ധത്തിൽ പോയതാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കർത്താവിനെ അറിയാൻ പറ്റിയത്. ഇവിടെ ഞങ്ങളൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾക്ക് 5 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അങ്ങനെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പിടിച്ചു മേടിച്ചത്. പക്ഷേ ഏതാണ്ട് ഒരു 25 വയസ്സ് വരെ യേശു ആരാണ് എന്ന്, യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നൊന്നും ഒരു ബോധ്യമില്ലാതെ ജീവിച്ചു. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിലുണ്ടായിരുന്നു. മദ്ബായിൽ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു, കൊയറിൻ്റെ ലീഡറായിരുന്നു, യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, എല്ലാമായിരുന്നു. മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു, കൺവെൻഷനുകൾ നടത്തുമായിരുന്നു. പക്ഷെ യേശു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നു. നമ്മൾ ചില വീടുകളിലും വാഹനത്തിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ഫോട്ടോകൾ വെച്ചിരിക്കുന്നു. അതിന് നടുക്ക് യേശുവിൻ്റെ ഒരു ഫോട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് യേശു അതുപോലായിരുന്നു. ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമായിരുന്നു. പക്ഷേ ജോലിക്ക് വേണ്ടി കടന്നു ചെയ്യുന്ന ഒരു 6 മാസത്തോളം ജോലിയില്ലാതെ എൻ്റെ അങ്കിളിൻ്റെ ഭവനത്തിലിരിക്കുകയാണ്. അവിടെ വായിക്കാൻ ആകെപ്പാടെ ഉള്ളൊരു പുസ്തകം ബൈബിളായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒന്നുമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. പക്ഷേ ഇവിടെ ആകെ അതേ ഉള്ളായിരുന്നു. ബൈബിൾ വായിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴാണ്, റോമാലേഖനമൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു പാപിയാണ്. ആ ബോധ്യം ദൈവത്തോടെന്നെ അടുപ്പിക്കുവാൻ, യേശു ആരാണെന്നുള്ള, യേശുവാണ് ദൈവപുത്രൻ എന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുവാൻ, അവിടെയാണ് കർത്താവിനെ രക്ഷിച്ചത്. ഹല്ലേലൂയ. അതിനുശേഷം ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നുപോയി. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സ്റ്റഡി ഗ്രാഫ് അല്ല. ചിലർ പ്രതീക്ഷിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗ്രാഫ് മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അല്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കിയാൽ അത് താഴ്ചയുണ്ട്, ഉയർച്ചയുണ്ട്, പിന്നെയും താഴ്ചയുണ്ട്, ഉയർച്ചയുണ്ട്. ഇങ്ങനെയാണ് ക്രിസ്ത്യൻ ലൈഫ് പോകുന്നത്. ആമേൻ. ഇന്ന് പകലും ഞങ്ങളെ തൊട്ട യേശു നിങ്ങളെ ഓരോരുത്തരെയും തൊടുവാൻ കഴിവുള്ളവനാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ കർത്താവിൻ്റെ ദാസൻ ശക്തമായ ദൈവാത്മാവ് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഉപയോഗിച്ചു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ കൂടെ നമ്മൾ ശാന്തമായിട്ട് ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശുശ്രൂഷിക്കുവാൻ ആത്മാവിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വചനം എന്നെ ഒന്ന് ശുശ്രൂഷിക്കണമെന്ന്?
ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അത് ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന വചനങ്ങൾ അതാര് ശുശ്രൂഷിക്കുന്നു എന്നുള്ളതല്ല, ആര് ശുശ്രൂഷിച്ചാലും അത് സ്വീകരിക്കുന്നവർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ആ വചനം ഇത് കഥാപുസ്തകമല്ല, ഇതൊരു ചരിത്ര പുസ്തകമല്ല. ഇതിനകത്ത് ചരിത്രമുണ്ട്, ഇതിനകത്ത് കഥകളുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള വചനം ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അത് ആത്മാവിൽ ഘോഷിക്കുമ്പോൾ അത് കേൾക്കുന്നവർ ആത്മാവിൽ സ്വീകരിച്ചാൽ ഇന്ന് പകൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ഇന്ന് പകൽ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഒരുപാട് സൗഖ്യങ്ങൾ ഇതിനകത്ത് ഇന്ന് പകൽ നടക്കും. വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് സ്വീകരിക്കാം. വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നിങ്ങൾ എന്ത് കേൾക്കുന്നോ അതിനെ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആ വചനത്തിലുള്ളത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യും. വചനം കേൾക്കുമ്പോൾ തന്നെ അത് സ്വീകരിച്ച് ആ വചനത്തിൽ എന്താണോ പറഞ്ഞത് അത് എൻ്റേതാണെന്ന് പറഞ്ഞ് അത് ഞാൻ സ്വീകരിക്കുന്നത് പറഞ്ഞ് ഇന്ന് പകൽ എത്ര പേർ സ്വീകരിക്കും? അങ്ങനെയുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. ആമീൻ. ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. അല്പസമയം നാവുകൾ തുറന്ന് അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകൾ ദൈവത്തോട് സംസാരിച്ചാട്. അന്യഭാഷകൾ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവർ ആത്മീക മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ഈ പകൽ ആമീൻ വലിയ മർമ്മങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് വെളിപ്പെടട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഘോഷിക്കുന്നു എന്നുള്ളതല്ല കാര്യം. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ മർമ്മങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് വ്യാപരിക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, ആമീൻ, ഉയരത്തിൽ നിന്ന് വിടുതൽ ഇന്ന് പകൽക്കാലം പ്രാപിക്കാം. ആമീൻ. ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നവരിൽ നിന്ന് നല്ല വിടുതൽ വ്യാപരിക്കുന്നത് ഉയരത്തിൽ നിന്നൊരു വിടുതൽ എത്ര പേർ പ്രതീക്ഷിക്കുന്നു? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ പകൽ ആ ശരീരത്തിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ആത്മീക കണ്ണുകളൊന്ന് ഉയർത്തിക്കാട്. ഉയരത്തിലേക്കൊന്ന് ഉയർത്തിക്കാട്. ആ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ. ഒരിക്കൽ കൂടെ ചേർന്ന് ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരി. ആത്മാവിൽ ചേർന്ന് എൻ സഹായ വാനം ഭൂമി അഖിലം വാഴും യഹോവ. എൻ സഹായ വാനം ഭൂമി അഖിലം വാഴും ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ. ഈ പകൽ ഒരു വലിയ ദൈവ സാന്നിധ്യം, ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇന്ന് പകൽ സകലരുടെ മേലും വ്യാപരിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ്. ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇന്ന് പകൽ എന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഇന്ന് പകൽ മാനുഷിക കരങ്ങളല്ല ദൈവകരം എന്റെ മേലൊന്ന് വരണമേ എന്ന്, അതൊരു വലിയ വിടുതലായി ഇന്ന് പകൽ മാറുവാൻ ഈ 3 ദിവസക്കാലം പിതാവേ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഈ കൊല്ലം പട്ടണത്തിൽ ഈ ആലയത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ നടുവിൽ വരുമ്പോഴാണല്ലോ ദൈവസഭയാകുന്നത്. ഇത് ദൈവസഭയാകുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനാൽ ഞങ്ങളുടെ കഴിവോ യോഗ്യതയോ ബുദ്ധിയോ ബലമോ മിടുക്കോ വാക്കുകൾക്കപ്പുറമായി ഈ പകൽ ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമേ ഇന്ന് പകൽ സകല ജനത്തിന്റെ മേലും ആദിയോടൊന്ന് വ്യാപരിക്കണമേ. കടന്നു വന്ന സകല ജനത്തിന്റെയും ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരികമായ എല്ലാ മേഖലകളുടെയും വിടുതലുകൾ ഇപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാ. ഈ ദേശത്തിന്റെ മേലുള്ള അന്തരീക്ഷാകാശ മണ്ഡലങ്ങളിലൂടെ അമിരുന്ന് പകൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ക്രിസ്തുവാകുന്ന വാതിൽ തുറക്കപ്പെടട്ടെ. ആത്മശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത്
അകത്തേക്ക് ഒഴുകിയിറങ്ങട്ടെ കർത്താവേ. ആമേൻ. ഞങ്ങൾ ഇന്ന് പകൽക്കാലം തുടർന്നുള്ള മണിക്കൂറുകൾ ദൈവവചനം പരിശുദ്ധാത്മാവ് സകല ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് പതിയട്ടെ. ഇവിടെ ഘോഷിക്കപ്പെടുന്ന വചനം ദൈവത്തിന്റെ ജീവനും ആത്മാവുമായി മാറുവാൻ, ഇവിടെ ഘോഷിക്കപ്പെടുന്ന വചനം സകല ജനത്തിലും മാനിഫെസ്റ്റ് ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധ ദൂതന്മാർ ഇതിനകത്തിറങ്ങട്ടെ. ദൈവ ദൂതന്മാർ, let the holy angels minister us. ആമേൻ. ഇന്ന് പകൽക്കാലം ദൂതന്മാർ ഇറങ്ങി സകല ജനത്തെയും മിനിസ്റ്റർ ചെയ്യുകയാൽ. Hallelujah. Thank you, Holy Spirit. Thank you. We worship you, Lord. യാത്ര ചെയ്യൂ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടൂ രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടൂ രക്ഷകനാ അന്ത്യശ്വാസം വരെയും. Thank you, Father. We worship you. അല്പസമയം ആ കണ്ണുകളൊന്ന് അടഞ്ഞിരിക്കട്ടെ, ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നിരിക്കട്ടെ. ഈ പകൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ട സ്തേഫാനോസിനെ പോലെ എത്ര പേർക്ക് തുറന്നൊരു സ്വർഗം അനുഭവിക്കുവാൻ പറ്റുന്നുണ്ട്? യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ തുറന്നിരിക്കുന്ന ഒരു സ്വർഗത്തെ ഞാൻ കാണുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക. യേശുവിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു വാതിലും അടയ്ക്കുവാൻ ആർക്കും പറ്റത്തില്ല. ആമേൻ. അപ്പോസ്തലൻ പറഞ്ഞു, തുറന്നിരിക്കുന്ന ഒരു വാതിലാണ് ഞാൻ കാണുന്നത്. ഇന്ന് പകൽ ഞാനും നിങ്ങളും മാനുഷികമായി നോക്കുമ്പോൾ പത്മോസിൽ അടഞ്ഞ വഴികളാണുള്ളത്. പുറത്ത് രക്ഷപ്പെടുവാൻ കഴിയത്തില്ലെന്ന് ആമേൻ ലോകം പറയുമ്പോഴും എന്റെയും നിന്റെയും മുകളിൽ തുറന്നൊരു സ്വർഗമുണ്ടെന്ന് പകലൊന്ന് വിശ്വസിച്ച് തുറന്ന സ്വർഗം കാണിക്കുന്നത് എന്റെയും നിന്റെയും വിടുതല. ഇന്ന് പകൽ ദൈവവൈതലെ വിശ്വസിക്കുക. ക്രിസ്തു യേശുവാണ് വാതിലെങ്കിൽ ഈ പകൽ സ്വർഗത്തിന്റെ തുറന്ന വാതിലാകുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള വിശ്വാസമാണ്. Jesus, we worship. Thank you, Holy Spirit of God. സ്വർഗപിതാവേ, അടിയനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും. അങ്ങയുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളല്ലാതെ ഒരു വാക്കും പറയുവാൻ അനുവദിക്കാൻ പരിശുദ്ധാത്മാവടിൻ്റെ നാവിനോട് ശബ്ദത്തോട് കൂടെ ഇരുന്ന് ഈ പകൽ ജനത്തിൽ വിടുതലുകൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. വചനം ഇന്ന് പകൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ സമർപ്പിക്കും. ദൈവനാമം മാത്രം ഉയരണം. അടിയനുള്ള സകലതിനെയും ദൈവകരങ്ങൾ തരുന്നു. പ്രിയപ്പെട്ടവളെ, തലമുറകളെ രണ്ടുപേരെയും ഞങ്ങൾക്കുള്ളതിനെയും അവിടുന്ന് വേലി കെട്ടി മറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ ദാസൻ റോയ് പാസ്റ്റർ തൻ്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ കൃപയിൽ മറയ്ക്കണം. ഈ ആലയത്തിൽ വന്നിരിക്കുന്ന സകല ജനത്തെയും അവർക്കുള്ളതിനെയും അവിടുന്ന് വേലി കെട്ടി മറയ്ക്കണം. ഇന്ന് പകൽ ഞങ്ങൾ ഈ ആലയത്തിൽ വന്നതുപോലല്ല മടങ്ങിപ്പോകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തിയോടുകൂടെ മടങ്ങിപ്പോകുവാൻ, ദൈവരാജ്യത്തിൻ്റെ ശക്തിയോടെ മടങ്ങിപ്പോകുവാൻ, ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന പാത്രങ്ങളായി മടങ്ങിപ്പോകുവാൻ, അനേകരുടെ നടുവിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യമായി ഈ പട്ടണത്തെ ഞങ്ങൾ ക്ലെയിം ചെയ്യുന്ന കർത്താവേ, ഈ പട്ടണത്തിലേക്ക് വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ പട്ടണത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിനായി ആമേൻ പകൽ ക്ലെയിം ചെയ്യുകയാ. യേശുവിന്റെ രക്തം സകല ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ വിലയേറിയ രക്തത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്വർഗപിതാവേ. പ്രൈസ് ഗോഡ്. താങ്ക് യു ബ്രദർ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ 3 ദിവസത്തെ മീറ്റിങ്ങുകൾ ഒരു വിടുതലിൻ്റെ മീറ്റിങ്ങുകളാണ്. വിടുതൽ ആഗ്രഹിച്ചാണ് നമ്മളെല്ലാവരും കടന്നു വരുന്നത്, അല്ലേ? വിടുതൽ ആവശ്യമില്ലാത്തവർ ആരുമില്ല, വിടുതൽ ആഗ്രഹിക്കാത്തവരാരുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വിടുതലുകൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് വിടുതലുകൾ വേണം. നമ്മുടെ ആത്മീക മേഖലകളിലെ വിടുതലുകൾ, ശാരീരിക വിടുതലുകൾ, സാമ്പത്തിക വിടുതലുകൾ, ഇങ്ങനെ ഒരുപാട് വിടുതലുകളുണ്ട്. പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നവും നമ്മുടെ സാമ്പത്തിക പ്രശ്നവും, നമ്മൾ ഈ പുറമേ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. പക്ഷേ അതായിരുന്നില്ല അതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് മനസ്സിലായത്. കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ പ്രശ്നവുമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് കർത്താവ് പറയുന്ന, മോനെ ഇതല്ല നിൻ്റെ പ്രശ്നം, നിൻ്റെ പ്രശ്നം വേറെയാണ്.
ഇന്ന് പകലും ശരീരത്തിൽ രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. പക്ഷേ അതല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. അതല്ല നമ്മളുടെ യഥാർത്ഥ പ്രശ്നം. കാരണം ഒന്ന്, നമ്മൾ ഈ കാണുന്ന ശരീരമല്ല. ദിസ് ഈസ് നോട്ട് ദ റിയൽ മാൻ. നമ്മളൊരാത്മാവാണ്. നമ്മുടെ ഉള്ളിലൊരാത്മാവുണ്ട്. യഥാർത്ഥ ഞാനെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ്. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത മുഖത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലൊരാത്മാവുണ്ട്. ഉള്ളിലെ ആത്മാവാണ് യഥാർത്ഥ മനുഷ്യൻ. നമ്മുടെ പേര് നമുക്ക് പോലെ, എൻ്റെ പേര് ഡാനിയൽ എന്നാണെങ്കിൽ ഈ കാണുന്ന ബോഡിയല്ല ഡാനിയൽ, എൻ്റെ അകത്തെ ആത്മാവാണ്. യഥാർത്ഥ ആത്മ നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യനുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ആരാണെന്ന് നമ്മൾ മനസ്സിലായാലുണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന്നൊക്കെ നമ്മൾ ആൾ മാറും. നമ്മൾ ഇരിക്കുന്ന ആളുകളല്ല. നമ്മളെ പിശാച് ഇങ്ങനെ ചിലപ്പം പേടിപ്പിച്ചൊക്കെ വെക്കും. നമ്മുടെ പുറത്ത് നമ്മുടെ കയ്യിലൊരു വേദന, വയറ്റിലൊരു മുഴ, ഇതൊക്കെ കൊണ്ടിട്ട് പിശാച് നമ്മളെ പേടിപ്പിക്കും. ശരീരത്തിലെ വിഷയങ്ങൾ കാണിച്ച്, സാമ്പത്തിക വിഷയങ്ങൾ കാണിച്ച് പിശാച് പേടിപ്പിക്കും. കർത്താവല്ല ഇതൊക്കെ കൊണ്ടിട്ടത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമാണ് എനിക്ക് ഈ രോഗം തന്നതെന്ന്? ദൈവമല്ല ഒരിക്കലും രോഗം തന്നത്. ദൈവമല്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടിട്ടത്. പിശാച കൊണ്ടിട്ടെ. ഇന്ന് പകൽ എത്ര വലിയ പിശാച് കൊണ്ടിട്ടാലും അവനെക്കാട്ടി വലിയൊരു ദൈവത്തില്ല നമ്മൾ വിശ്വസിക്കും. അവനെക്കാട്ടി വലിയൊരു കർത്താവ് നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. ബാക്കി നിങ്ങൾ പറഞ്ഞു എവിടെ ഇരിക്കുന്നു? പറഞ്ഞാട്ടോ, ഉറക്കെ പറഞ്ഞേ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു. എവിടെ ഇരിക്കുന്ന ക്രിസ്തു? നമ്മൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ അല്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അലറുന്ന തിലമാലയുടെ മുകളിൽ കൂടെ പോയ ക്രിസ്തു അല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? 6000-ലധികം ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ്റെ ഭൂതത്തെ പുറത്താക്കിയ ക്രിസ്തു അല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? കരം കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ പത്രോസിനോട് നീ പോയി ചൂണ്ടലിട്ട് കിട്ടുന്ന മീനിൻ്റെ വായിൽ നിന്ന് കിട്ടുന്നത് ഇനി കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിട്ടൊരു കർത്താവില്ലേ നമ്മുടെ കൂടെ ഉള്ളത്? പ്രതികൂലങ്ങളാണോ വലുത്? ക്രിസ്തുവാണോ വലുത്? പ്രശ്നങ്ങളാണോ വലുത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവാണോ വലുത്? ഇന്ന് പകൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നൊരു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പ്രതികൂലങ്ങളുടെ മുകളിലൂടെ നടക്കുവാൻ കഴിയുന്നൊരു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ആ വിശ്വാസം ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തു മരിച്ചു മൺമറഞ്ഞ ഭൂമിയിൽ മണ്ണായി മാറിയ ഒരു കർത്താവല്ല. അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ദൈവപുത്രൻ എന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഈ വിടുതൽ വരുന്നത്, വിടുതൽ നമ്മുടെ യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മളെ വിടുവിച്ചിരിക്കുക. കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? യേശുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ കർത്താവ് വിടുവിച്ചിരിക്കുക. ഈ പണ്ട് ഞാൻ അമ്മച്ചിയുടെ കൂടെ നിന്ന്, എൻ്റെ അമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത്. അപ്പം ഞങ്ങൾക്ക് കോഴികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ആർക്ക് വീട്ടിൽ കോഴികളുണ്ടോ? അപ്പം കോഴികളുണ്ട്. ഈ കോഴി ഒരു 28 ദിവസം മുട്ട ഇട്ടിട്ട് പിന്നെന്ത് ചെയ്യും? അടയിരിക്കും. അപ്പം ഈ അടയിരിക്കുമ്പോൾ ഇതിനെ അട വെക്കാനല്ലെന്നുണ്ടെങ്കിൽ അമ്മച്ചി പറയും, മോനെ അങ്ങോട്ട് പോയി ആ കോഴിയെ പിടിച്ച് ആ വാഴമൂട്ടിലോട്ടൊന്ന് കെട്ടിയിട്ടേക്കാൻ പറയും. അപ്പം ഞാൻ പോയി ഒരു വാഴനാരൊക്കെ എടുത്ത് ഈ കോഴിയെ പിടിച്ച് വാഴയുടെ മൂട്ടി കൊണ്ട് കെട്ടിയിടും. ഒരു 3-4 ദിവസം അവിടെ കിടക്കുമ്പം കോഴിയുടെ അടയങ്ങ് പോകും. കോഴിയുടെ അടയൊക്കെ പോയി കഴിയുമ്പോൾ അമ്മച്ചി പറയും, മോനെ അതിനെ അങ്ങ് അഴിച്ചു വിട്ടേക്കാൻ പറയും. ഞാൻ പോയിട്ട് ആ കയറ് കണ്ടിച്ച് കോഴി അങ്ങ് അഴിച്ചു വിടും. എന്നിട്ട് ഞാനിഞ്ഞ് പോരും. കുറച്ച് കഴിഞ്ഞ് അമ്മച്ചി അതുവഴി കറങ്ങിയൊക്കെ ചെല്ലുമ്പോൾ കോഴി പിന്നെയും വാഴമുട്ടി തന്നെ. കോഴിയുടെ അട പോയില്ലയോ? കോഴിയുടെ കയറ് ഞാൻ കട്ട് ചെയ്തില്ലയോ? കോഴി പോയോ? കോഴിയുടെ ഉള്ളിൽ കിടക്കുന്ന എന്താ? ഇപ്പോഴും എൻ്റെ കാലയിൽ ഇപ്പോഴും കെട്ടുണ്ട്. എൻ്റെ കാലയിൽ ഇപ്പോഴും കെട്ടുണ്ട്. പക്ഷെ ഞാൻ അഴിച്ചു വിട്ടതാ. പക്ഷെ അമ്മച്ചി അങ്ങോട്ട് ചെന്നിട്ട് ആ കാല് മടക്കി ഒറ്റ തൂഴി കൊടുക്കുമ്പോൾ കോഴി പറന്ന് ഒരൊറ്റ പോകാം. ഇന്ന് പകൽ പറക്കുന്ന പകലാ. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്തിട്ട് ആ മുഖത്തോട്ട് നോക്കി പറ, പറക്കാൻ ഒരുങ്ങിക്കോളാം പറ. കെട്ടഴിയപ്പെട്ടതാ, പറക്കാൻ ഒരുങ്ങിക്കോളാം പറ. ഹല്ലേലൂയ. യാക്കോബ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം അല്ല, ഞാനതിൻ്റെ അർത്ഥം നോക്കി. കുതികാല് പിടിക്കുന്നവൻ എന്ന അർത്ഥം. എവിടെ പിടിച്ചേക്കുന്ന യാക്കോബ്? ജനിച്ചപ്പോഴേ പുള്ളി കുതികാലെ പിടിച്ചോണ്ടായിരുന്നു. കുതികാൽ പിടിക്കുന്നവൻ എന്നാണ് യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം.
പലപ്പോഴും നമ്മുടെ കാലയിലൊക്കെ ആരോ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പം ആ പിടി വിട്ടതാ. പക്ഷെ നമ്മളിപ്പോഴും ആ പിടി ഓർത്തോണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ അകത്തുനിന്ന് ഭയം പോയിട്ടില്ല. നമ്മൾ ഈ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പറയും, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അതിനൊരു കാര്യം. പണ്ട് വീണ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് പിശാചിൻ്റെ ട്രിക്കാണെന്ന് ദൈവജനം എന്ത് ചെയ്യണം? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പിശാച് നമ്മളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവനോട് തിരിച്ചു പറയണം, ആ ഞാനല്ല ഈ ഞാൻ. അന്നത്തെ ഞാനല്ല ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം. എത്ര പേര് വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഞാൻ അല്ലെന്ന് അവനെ നോക്കി തിരിച്ചു പറയണം. അങ്ങനെ ഒരു ജനറേഷൻ എഴുതേക്കണം. ഹല്ലേലൂയ. പിശാചിനെ പേടിച്ചിരിക്കുന്ന ഒരു ജനമല്ല ദൈവജനം എന്ന് പറഞ്ഞാൽ. അവർ പിശാചിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ജനമാ. വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ പ്രക്രിയയൊന്നും അല്ല. ഓൾറെഡി കർത്താവ് എന്ത് ചെയ്തിരിക്കുക? വിടുവിച്ചിരിക്കുക. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ വിടുതൽ സംഭവിക്കുന്നത്. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മൾ 2-3 ദിവസം ഉണ്ടല്ലോ, അപ്പം ശാന്തമായിട്ട് വാ. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്താ ഈ സത്യം? നമ്മൾ സത്യം അറിയുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രം. നമ്മൾ പറയും, നമ്മൾ ജനിച്ചത് ഇന്ത്യ രാജ്യത്ത് അല്ലേ? ഇന്ത്യൻ ഭരണഘടന മുഴുവൻ നമുക്കറിയാമോ? ഈ ഭരണഘടന മുഴുവൻ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ പറയാം, കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളം കയറി അല്ലേ? ഞങ്ങളുടെ വീട്ടിലും കയറി. ഒരുപാട് സാധനങ്ങൾ നഷ്ടമായി. വെള്ളം കയറിയ വീട്ടുകാരെല്ലാവരും കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തു. എന്തിനാ കൊടുത്തേ? നഷ്ടപരിഹാരം കിട്ടണം അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? എന്താ കിട്ടാഞ്ഞ്? നമുക്ക് നിയമം അറിയാമെങ്കിൽ, യഥാർത്ഥ നിയമം നമുക്കറിയാമെങ്കിൽ ആ നിയമത്തെ നമ്മൾ ക്ലെയിം ചെയ്യും. ഇതെനിക്ക് ന്യായമായിട്ട് കിട്ടേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ഭരണത്തിൻ്റെ നിയമത്തിനകത്ത് നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കേണ്ടത് ഞാൻ അധികാരത്തോടെ കയറി ചെന്ന് ക്ലെയിം ചെയ്യും. എങ്ങനെ ക്ലെയിം ചെയ്യും? അധികാരത്തോടെ ക്ലെയിം ചെയ്യും. കാര്യം ഇറ്റ് ഈസ് മൈ റൈറ്റ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് യു നോ ദിസ്, ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങണം. ഇന്ന് പകലും ഇവിടെ ഘോഷിക്കുന്ന വചനം അറിയാനാ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ഈ അറിവും കൊണ്ട് നമ്മൾ വീട്ടിൽ പോകല്ല. അറിവ് തരുന്നത് എന്തിനാണെന്നറിയാമോ? വചനം ഇവിടെ കർത്താവിൻ്റെ ദാസനും മറ്റുള്ള എല്ലാ ദൈവദാസന്മാരും ഇന്ന് പകൽ ഞാനും ഒക്കെ ഇവിടെ വചനം ഘോഷിക്കുന്നത് അത് കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കാൻ, ഇതിനകത്ത് എന്താണെന്ന് അറിയിക്കാൻ. പക്ഷെ അറിവും കൊണ്ട് പോകല്ല, ആ അറിഞ്ഞതിനെ ക്ലെയിം ചെയ്യാൻ തുടങ്ങണം. ദാറ്റ് ഈസ് യുവർ റൈറ്റ്. ഇതിനകത്തെ പ്രോമിസുകൾ ഉണ്ടല്ലോ, അത് നമ്മുടെ റൈറ്റാ. അതറിഞ്ഞാൽ പിശാച് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ അറിയാത്തോണ്ടാ. ഈ ഭരണഘടനയ്ക്കകത്ത് എനിക്കുള്ള റൈറ്റ് അറിയാൻ വയ്യാത്തോണ്ടാ പലരും ഇതിൻ്റെ മീഡിയേറ്റേഴ്സ് നിന്ന് ജനത്തെ കളിപ്പിക്കുന്നത്. ആരാ കളിപ്പിക്കുന്നത് അറിയാം? ഇപ്പം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെൻറ് 5000 കോടി കേരളത്തിലെ ജനത്തിന് അനുവദിച്ചാൽ ഒരു 1000 കോടി നമ്മുടെ കൈ കിട്ടും. ബാക്കി 4000 ആര് കൊണ്ടുപോയി? ഇടനിലക്കാർ കൊണ്ടുപോയി. ഇതിനിടയ്ക്കൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവർ കൊണ്ടുപോയി. ഇതുപോലെ പല ദൈവജനത്തിൻ്റെയും പ്രശ്നം അല്ലേ? കർത്താവ് നമുക്ക് സ്വർഗം തുറന്നു തന്നേക്കുക. പക്ഷെ ഇടനിലക്കാരെന്തോ ചെയ്യുക? ആരാ ഇടനിലക്കാര്? പിശാച്. പാസ്റ്റർമാരാണെന്ന് വിചാരിക്കരുത്, പിശാച്. പാസ്റ്റർമാരായ കർത്താവിൻ്റെ ദാസൻ റോയ് പാസ്റ്റർ പോലെ, എന്നെ പോലെ, അതുപോലെ മറ്റു ദൈവദാസന്മാരും നിങ്ങളെ സഹായിക്കുക. എന്തിനാണെന്നറിയാമോ? ഇതൊന്നറിയാൻ. നീ വിടുവിക്കപ്പെട്ടവനാണെന്ന് അറിയുവാൻ, നീ വിടുവിക്കപ്പെട്ടവളാണെന്ന് അറിയാൻ ഒന്ന് സഹായിക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സഹായം സ്വീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് പകൽ അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സൊന്ന് ഒരുക്കിക്കാണ്ട്, ആ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കിക്കാണ്ട്. മുമ്പേ പറഞ്ഞ വചനം, സത്യം നമ്മൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അത് സത്യമാണ്. ഈ വചനമാണ് എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രരാക്കുന്നത്. എന്ന് പറഞ്ഞാൽ
സത്യം എന്താണ്, എൻ്റെ അവസ്ഥയെ പറ്റിയുള്ള, ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങളെ പറ്റിയുള്ള, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സത്യം എന്തെന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ പറയും, ഹല്ലേലൂയ, അത് ഞാൻ ക്ലെയിം ചെയ്യാൻ പോവാ, അത് എൻ്റേതാ. സൗഖ്യം അതെൻ്റെ അവകാശമാണ്, സാമ്പത്തിക നന്മ അതെൻ്റെ അവകാശമാണ്, കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം എൻ്റെ അവകാശമാണ്, വിടുതലുകൾ എൻ്റെ അവകാശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിടുതൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ദൈവം തന്നേക്കുക. പക്ഷേ ഒരു ചെറിയ തീരുമാനം മതി അതൊന്ന് മാറാൻ. ഇന്ന് പകൽ ചില ചെറിയ തീരുമാനങ്ങൾ നമ്മളെ വിടുതലുകളിലേക്ക് നയിക്കും. ചെറിയ തീരുമാനങ്ങൾ. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത മുഖത്തോട്ട് നോക്കി പറ, ചില ചെറിയ തീരുമാനങ്ങൾ നമ്മളെ വിടുതലിലേക്ക് നയിക്കും. ചെറിയ തീരുമാനങ്ങൾ. ഹല്ലേലൂയ. വിടുവിക്കുന്ന ദൈവശക്തി, അതാണ് ഇന്ന് ഈ 3 ദിവസത്തെ നമ്മുടെ ദൈവവചന ധ്യാനം. വിടുവിക്കുന്ന ദൈവശക്തി. നമുക്കൊരു വചനം വായിച്ച് മുൻപോട്ട് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. വിടുവിപ്പാൻ എനിക്ക്, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, വിടുവിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിനും 700 ചില്ലുവാനും വർഷം മുമ്പ് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പ്രവചന ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. ആ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്, വിടുവിപ്പാൻ എനിക്ക് ശക്തി ഇല്ലയോ. ഇന്ന് പകൽ എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് അല്പസമയം കരങ്ങളടിച്ച് അല്പസമയം വിടുവിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ആ നാവ് കൊണ്ടൊന്ന് പറഞ്ഞാട്ട്, വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഒന്നുകൂടെ ആ ശബ്ദം, നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഒന്നുകൂടെ ഒന്ന് കൺഫസ് ചെയ്ത്, എന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടെ നാവുകൾ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്, എന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. വിടുവിക്കുവാൻ ദൈവം, ഇവിടെ ദൈവം, യഹോവയായ ദൈവം പ്രവാചകനിലൂടെ ദൈവ ജനത്തോട് കൺഫസ് ചെയ്യാൻ, നിങ്ങളെ വിടുവിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. പക്ഷേ അത് ജനം തിരിച്ചറിയണം. ജനം അത് അറിയുവാനാണ് പ്രവാചകനിലൂടെ ദൈവം അവരോട് പറയുന്നത്. അത് കേൾക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് ആഗ്രഹമുണ്ടാകണം, അല്ലേ? ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ബഹ്റിനിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ കേൾക്കുന്ന നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? തീരുമാനം എടുക്കേണ്ടത്. പോണോ വേണ്ടയോ? ദൈവം ജനത്തോട് പറഞ്ഞു, നിങ്ങളെ വിടുവിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. ഈ ശക്തി ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചോണം. ഇവിടെ ഇരുന്നോടെ തീരുമാനിച്ചോണം. ഇന്ന് പകൽ തീരുമാനിച്ചിട്ടേ പോകാവൂ. വിടുവിക്കാൻ ദൈവത്തിന് കഴിവുണ്ട് കുഞ്ഞെ. ഇന്ന് പകൽ എത്ര വലിയ പ്രതികൂലത്തിനും വിടുവിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. 99 അന്നൊരു എൻഫീൽഡിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ എൻ്റെ പുറകിൽ ഒരാളെയും വെച്ചുകൊണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുക്കൽ വെച്ച് എതിരെ വന്നൊരു സ്കൂട്ടറുകാരൻ. അദ്ദേഹം ഓണത്തിൻ്റെ തലേന്ന് നല്ല ഫിറ്റായിട്ട് വരികയും പ്രായമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം എൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. എന്നെ കണ്ട് പേടിച്ച മനുഷ്യൻ സ്കൂട്ടർ വെട്ടിച്ചു. പക്ഷെ വെട്ടി ആക്സിലേറ്റർ കൂടിപ്പോയി സ്പീഡിൽ വന്ന് എൻ്റെ കാലിലിടിച്ചു. ഒരു കലുങ്കിലോട്ട് തലയടിച്ച് വീഴേണ്ട ഞാൻ റോഡിലോട്ട് സൈഡിലോട്ട് വീണു. ബൈക്ക് എൻ്റെ മുകളിലുണ്ട്. ആ ഇടിച്ച വ്യക്തി സ്കൂട്ടറും അദ്ദേഹം കൂടെ തെറിച്ച് റോഡിൻ്റെ നടുവിൽ വീണു. അദ്ദേഹത്തിൻ്റെ വായിൽ കൂടെ ബ്ലഡുമൊക്കെ ചാടി. എൻ്റെ വായിൽ കൂടെ ബ്ലഡ് വന്നില്ല, പക്ഷേ എൻ്റെ കാല് 3 ഒടിഞ്ഞു. 7 മാസം പ്ലാസ്റ്ററിനകത്തായിരുന്നു. 4 മാസം കിടക്കയിൽ കിടന്നു. അവിടെ കിടന്നുകൊണ്ട് ദൈവമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി. അവിടെ കിടന്നുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് കർത്താവിൻ്റെ വേല ചെയ്യാൻ. അതിനു മുമ്പേ ഞാൻ ദൈവത്തോടൊരു തീരുമാനമെടുത്ത്, കർത്താവേ, നീ എന്നെ ഒന്ന് വിടുവിച്ചാൽ ഞാൻ നിൻ്റെ വേല ചെയ്തോളാം. പക്ഷെ പലപ്പോഴും ആ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിൽക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറക്കാത്ത ദൈവം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നെ അത് ഓർമ്മിപ്പിച്ചു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയും, എടുത്ത ചില തീരുമാനങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരുന്ന പകൽക്കാലമാകുവാൻ ദൈവാത്മാവ് ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ തട്ടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നീ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഇന്ന് പകൽ എടുത്ത തീരുമാനങ്ങളെ ഒന്ന് പുനഃപരിശോധിച്ചാണ്. എടുത്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുമ്പോൾ
അവിടെ അനുഭവിച്ച ഒരു ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവിക കരുതലുണ്ട്. വർഷങ്ങൾക്ക് ശേഷവും ദൈവാത്മാവ് ചില പല വ്യക്തികളോട് എന്നോട് പറഞ്ഞു, അന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കൈകളിൽ വഹിച്ചതാ. ഇന്ന് പകലും ഏതൊക്കെയോ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ദൈവം തൻ്റെ കരങ്ങളിൽ വഹിച്ചത് കൊണ്ടാണെന്ന് ആമേൻ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്, സ്തോത്രം ചെയ്താട്. ഹല്ലേലൂയ. നമ്മൾ ഓടിക്കുവാൻ നമ്മുടെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ഇന്ന് പകലും വാഹനം ഓടിച്ചു വന്നത് നമ്മുടെ പരിചയത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല. എത്രയോ ആക്സിഡൻറ്റുകൾ നമ്മുടെ സമീപത്ത് നടന്നു, എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ കുഞ്ഞെ, ആമേൻ ഇന്ന് പകലും ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ ഇടയായത് നമ്മുടെ കഴിവോ യോഗ്യതയോ ബുദ്ധിയോ ബലമോ മിടുക്കോ അല്ല, അവന്റെ കൃപയാൽ നിർത്തിയതോർക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ കരുതലോർക്കുമ്പോൾ ഈ ലോകത്തൊന്നും മരിച്ചു മാറ്റപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അവൻ തന്ന ജീവനെ ഓർക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നന്ദി അല്ലാതൊന്നും പറയാനില്ല. യാക്കോബിനെ നോക്കിക്കേ. ഇസഹാക്കിന് ദൈവം കൊടുത്ത 2 തലമുറകളിൽ ഇളയവനാ യാക്കോബ്. തൻ്റെ പേരിന്റെ അർത്ഥം കുതികാൽ പിടിക്കുന്നവനാ, അങ്ങനെയാ ജനിച്ചത്. തൻ്റെ ജീവിതത്തിലുടനീളം ഉപായത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നന്മകളൊക്കെ തന്നെ അവകാശപ്പെടുത്തി. തൻ്റെ ജ്യേഷ്ഠൻ്റെ അവകാശവും പിതൃസ്വത്തും പിതാവിൻ്റെ അനുഗ്രഹവും സകലതും ഉപായത്തിലൂടെ സ്വീകരിച്ചു, അനുഭവിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സഹോദരൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ തട്ടിക്കളയും, ഞാൻ നിന്നെ കൊല്ലും. ഭയം അവൻ്റെ അകത്ത് കയറി. സഹോദരനിൽ നിന്നുമുള്ള ഭയം അവൻ്റെ അകത്ത് കയറിയപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, 2 പേരും കൂടെ ചാകണ്ട, 2 പേരും ജീവിച്ചിരിക്കേണ്ടതിന് ഒരുത്തൻ എന്ത് ചെയ്യണം? അമ്മാച്ചൻ്റെ വീട്ടിലോട്ട് പോകണം. ഓടിച്ചു. യാക്കോബിനെ ലാബാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് യാക്കോബ് യാത്ര ചെയ്ത് ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടെ താൻ തലയിണയായിട്ടൊരു കല്ലെടുത്ത് വെച്ച് രാത്രി ആയതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. നമുക്കറിയാവുന്ന ഭാഗമായുണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വായിച്ചാട്ടെ, ആ ഭാഗം പെട്ടെന്നൊന്ന് വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. ഈ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ഇവിടെ യാക്കോബ് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുക, ഒരു തീരുമാനമെടുക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസവും പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞ് ചില തീരുമാനങ്ങൾ ഇന്ന് പകൽ നമ്മൾ എടുക്കണം. ദൈവത്തിന് വേണ്ടത് നമ്മുടെ തീരുമാനം. ഈ പകൽ ആഗ്രഹമുണ്ട്, ഒരു തീരുമാനം, ഒരു ഉടമ്പടി, ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുവാൻ. മനുഷ്യരുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യും, പക്ഷെ ദൈവവുമായിട്ടൊരു ഉടമ്പടി അത് മാറ്റാൻ പറ്റും. നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവമായിട്ടൊരു ഉടമ്പടി, ദൈവമായിട്ടൊരു സ്നേഹം, ഒരു ബന്ധം. ഇവിടെ യാക്കോബ് ഭയപ്പെട്ട് ഓടിപ്പോവാ. യാക്കോബ് തന്നെ പറയുന്നു, ഞാനൊരു വടിയോടുകൂടാ പുറപ്പെട്ടത്, ഒന്നുമില്ലാത്തവനായിട്ടാണ് പുറപ്പെട്ടത്. ഇവിടെ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വന്ന് സന്ധ്യ ആയതുകൊണ്ട് തലയണയായിട്ട് കല്ലെടുത്ത് വെച്ചു. ചിലരുടെയൊക്കെ അനുഭവം ഇതാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നീ കിടന്നിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല, തലയണ കല്ലുപോലെ അനുഭവപ്പെടുന്നേ, രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുക, ഉറക്കം വരുന്നില്ല. ഇന്ന് പകൽ അങ്ങനെയൊക്കെ ഉള്ളവരുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ഈ പകൽ ചിലരുടെ മേൽ ദൈവം അവൻ ഉറക്കത്തെ തരുന്ന, സങ്കീർത്തനക്കാരൻ പറയുന്ന അവൻ ഉറക്കം തരുന്ന ദൈവമാണ്. ഈ പകൽ ചില മേഖലകളിൽ ദൈവാത്മാവ് ഇടപെടുന്നു ചിലരുടെ ജീവിതങ്ങളിലേക്ക്. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ? ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ആത്മാവുണ്ട്. ചില മേഖലകളിൽ നിന്ന് പകൽക്കാലം ഉറക്കം കിട്ടാതെ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ദുർസ്വപ്നങ്ങൾ കാണുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽക്കാലം തകരുന്നത്. ആമീൻ. ദുർസ്വപ്നങ്ങളുടെ പൈശാചിക മേഖലകൾ ഈ പകൽ അങ്ങനെ കാണുന്ന ചിലർ ഇതിനകത്തുണ്ട്. ആമീൻ. ദുർസ്വപ്നങ്ങളെ കാണുന്നവർ ആ തലയിലേക്കൊന്ന് കൈവച്ചോ. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മശക്തി നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുക. ആമീൻ. ദൈവഹിതമില്ലാത്ത സ്വപ്ന മേഖലകൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. യേശുവിന്റെ ശക്തി ഈ പകൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ആമീൻ. ആ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാട്ടെ, എന്റെ മനസ്സുകളിലേക്ക് ദൈവശക്തിയെ ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞാട്ടെ, നാവ് തുറന്ന് പറഞ്ഞാട്ടെ, എന്റെ സ്വപ്ന മേഖലകളിലേക്ക് ആമീൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഈ പകൽ കർത്താവേ, ഈ ജനത്തിന്റെ സ്വപ്ന മേഖലകളിൽ പിശാചും അവന്റെ ദൂതന്മാരും ഇടുന്ന എല്ലാ ദുർസ്വപ്നങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ദൈവശക്തി ആ മാനസിക മേഖലകളിലേക്ക്, ആ ചിന്താമണ്ഡലങ്ങളിലേക്ക്, ആ സ്വപ്ന മേഖലകളിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് പക്ഷെ കിടന്നുറങ്ങി. നമ്മൾ കിടന്നുറങ്ങാൻ കിടന്നാൽ കാണുന്ന സ്വപ്നം പോലെ അല്ല യാക്കോബ് കണ്ട സ്വപ്നം. നമ്മൾ കാണുന്ന സ്വപ്നം എന്താ? ആനയെ കണ്ടു, പിന്നെ പാസ്റ്ററെ പാമ്പിനെ കണ്ടു. ഇതൊന്നുമല്ല യാക്കോബ് കണ്ടേ.
യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. അവൻ കണ്ട സ്വപ്നം, താൻ കിടക്കുന്നിടത്തു നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി. അതിലൂടെ ദൂതന്മാരെന്ത് ചെയ്യുന്നു? കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും. അവിടെ നിന്നുകൊണ്ട് ദൈവം അവനോട് സംസാരിച്ചു. യാക്കോബ് ഉറക്കമുണർന്നിട്ട് പറയുക, ഇത് ദൈവമുള്ള സ്ഥലം. ഇന്ന് പകൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളുടെ മേൽ ദൃഷ്ടി വെച്ചൊരു ദൈവമുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് ഉണരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഉറക്കത്തിൽ എത്രയോ പേർ സൈലന്റ് അറ്റാക്കിൽ കടന്നുപോയി. പക്ഷേ നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങളുടെ പദ്ധതികളെ തകർക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ എനിക്കും നിനക്കും ചുറ്റും കാവൽ നിർത്തിയിട്ട ദൈവം എന്നെയും നിന്നെ ഉറക്കിയതെന്ന് പകൽ മറക്കരുത്. ഹല്ലേലൂയ. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഈ ഗോവേണി, യാക്കോബ് കണ്ട സ്വപ്നത്തിലെ ഗോവേണി, അത് ക്രിസ്തുവാ. നമ്മെ ദൈവവുമായി കണക്ട് ചെയ്യുന്ന മധ്യസ്ഥൻ മറ്റാരുമില്ല. ദൈവവചനം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ, ആമീൻ, ഹല്ലേലൂയ, മനുഷ്യനായ ക്രിസ്തുവേശു. യാക്കോബ് അവിടെ കിടന്നുറങ്ങുമ്പോഴും ക്രിസ്തു അവന്റെ അടുക്കലുണ്ട്. അവനെയും ദൈവത്തെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഗോവേണി ഇന്ന് പകലും, ആമീൻ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ക്രിസ്തു എന്ന മഹത്വമാണ്. ആ ക്രിസ്തു നിങ്ങളെയും ദൈവത്തെയും കൂടെ ഇന്ന് പകൽ നിങ്ങളുടെ വിടുതലിന് വേണ്ടി കണക്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തുവിലൂടെ. ദൈവത്തിന്റെ ശക്തി ഈ പകൽ വിടുവിക്കുവാൻ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഈ പകൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അല്പസമയം അക്കരങ്ങൾ അടിച്ച് അവൻ ആ ശക്തി ഒന്ന് ഏറ്റെടുത്താട്ടെ. അത് ഇന്ന് പകൽ എന്നെ വിടുവിക്കുവാൻ സ്വർഗം തുറന്നിറങ്ങി വന്നത് മറ്റാരുമല്ല, യേശുവാണെന്ന് ആ നാവ് കൊണ്ടൊന്ന് കൺഫസ് ചെയ്താട്ടെ. ആ വാ കൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെടുന്നത് മറ്റൊന്നിനുമല്ല, നിന്നെ വിടുവിക്കാനാ. സ്വർഗം തുറക്കപ്പെട്ടത് മറ്റൊന്നിനുമല്ല, എന്നെ വിടുവിക്കാനാ. ഈ പകൽ നമ്മെ വിടുവിക്കുവാൻ തുറന്ന സ്വർഗത്തിൽ നിന്നും അവൻ വെച്ചിരിക്കുന്ന ഗോവേണി ക്രിസ്തു എന്ന ഗോവേണിയാണെങ്കിൽ അതിലൂടെ ദൈവം നമ്മളോട് ഇന്ന് പകൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പത്മോസിൽ കിടന്ന യോഹന്നാൻ ഒരു ദർശനം കണ്ടു. അവന്റെ മുകളിൽ സ്വർഗം തുറന്നിരിക്കുന്നു. നമ്മളിപ്പോഴും കാണുന്നത് എന്താ? പാസ്റ്റർ പ്രാർത്ഥിക്കണേ, ഒരു ഡോറ് തുറക്കാൻ. എന്തോ തുറക്കണം പറഞ്ഞേ? ഒരു ഡോർ തുറക്കണം. പാസ്റ്റർമാർ കുത്തിയിരുന്ന് പ്രാർത്ഥനയാ, ആ ബ്രദറിനൊരു ഡോർ തുറക്കണേ, ഈ സിസ്റ്ററിനൊരു ഡോർ തുറക്കണം. യോഹന്നാൻ ഇവിടെ കിടക്കുന്നതെന്നറിയാമോ? പത്മോസ് എന്ന ദ്വീപിൽ. അവിടുന്ന് ബോട്ടില്ല, ഷിപ്പില്ല, ഫ്ലൈറ്റ് ഇല്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. നമ്മളും അങ്ങനെയല്ലേ ഇന്ന് പകൽ ചിലരൊക്കെ വന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞല്ലേ വന്നേ. പക്ഷെ ആ കിടപ്പിലും പുള്ളി കണ്ടത് എന്താണെന്നറിയാമോ? തുറന്ന വാതിലാകണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കാണണം. എടാ, ചുറ്റിനും ശത്രു വാതിൽ അത് അവന്റെ പണിയാ, അവന്റെ ജോലി അവൻ ചെയ്യട്ടെ. നിന്റെ ചുറ്റിനുമുള്ള വാതിൽ പിശാച് അടച്ചാലും അവൻ സ്വർഗത്തിലൊരു വാതിൽ എനിക്ക് തുറന്നിട്ടുണ്ടെന്ന് കാണാൻ കഴിവുള്ള ഒരു കണ്ണ് ഇന്ന് പകൽ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാ പ്രാർത്ഥിച്ചേ. എഫേസ്യ ലേഖനത്തിലെ ഒരു ശക്തമായ പ്രാർത്ഥനയാ പൗലോസിന്റെ ഒരു പ്രാർത്ഥന. അവൻ പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല, ഇവരുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കുവാൻ. ഈ പകൽ ഹൃദയത്തിന്റെ ആത്മാവിന്റെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന തുറന്നൊരു വാതിലുണ്ട്. അത് സ്വർഗത്തിന്റെ വാതിലാണ്. അപ്പോൾ എത്ര വാതിൽ എവിടെല്ലാം അടഞ്ഞാലും നീ ആ വാതിലിനെ നോക്കി പറയണം, തുറന്നൊരു വാതിൽ ഞാൻ കാണുന്നു. വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? വിശ്വാസത്തോ. ഇന്ന് പകൽ അടഞ്ഞിരിക്കുന്ന സാമ്പത്തിക വാതിലും, ശരീരത്തിൻ്റെ വിടുതലിൻ്റെ വാതിലും, കുഞ്ഞുങ്ങളുടെ വാതിലും, ജോലിയുടെ വാതിലും, ഏതെല്ലാം വാതിൽ അടഞ്ഞിട്ടുണ്ടോ ആ വാതിലിനെ ഒന്ന് നോക്കിയിട്ട് ആത്മാവിൽ അതിനോടൊന്ന് പറഞ്ഞ്, സ്വർഗത്തിൽ എനിക്കൊരു വാതിൽ തുറന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞ് ആത്മാവിലൊന്ന് പറഞ്ഞ്, എൻ്റെ സാമ്പത്തിക വാതിൽ ദൈവം തുറന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞ്, എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വാതിൽ യേശു തുറന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞ്, ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ തുറന്നിരിക്കുന്ന വാതിൽ ഇന്ന് പകൽക്കാലം ഒന്ന് കാണട്ടെ. കല്ലേറ് കൊള്ളുമ്പം സ്തേഫാനോസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ യഹൂദന്മാരവനെ പിടിച്ച് കല്ലെറിഞ്ഞു. കല്ലേറ് കൊണ്ട് മരിക്കാൻ തുടങ്ങുമ്പോഴും പുള്ളി കണ്ടത് സ്വർഗത്തിലൊരു വാതിലാണ് തുറന്നിരിക്കുക. ഇന്ന് പകൽ കല്ലേറൊക്കെ കൊള്ളും, പക്ഷേ കല്ലെറിയുന്നവരുടെ നടുവിൽ തുറന്നൊരു വാതിൽ സ്വർഗത്തിലുണ്ടെന്ന്
എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നീ വിശ്വാസത്തിൽ ഇറങ്ങിയതിന് നിന്നെ കല്ലെറിയുന്നവരില്ലേ? നീ ആരാധിക്കാൻ പോകുന്നതിന് കല്ലെറിയുന്നവരില്ലേ? പക്ഷേ നീ വിശ്വാസത്തോടൊന്ന് വന്നു നോക്കിക്കേ. നീ വിശ്വസ്തയോടെ മുമ്പോട്ടൊന്ന് വന്നു നോക്കിക്കേ. നീ ആരാധനയ്ക്ക് വേണ്ടി വിശ്വാസത്തോടൊന്ന് ഇറങ്ങി നോക്കിക്കേ. ഹല്ലേലൂയ! സ്വർഗത്തിലൊരു വാതിൽ തുറന്നത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുക. യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെടാൻ വന്നപ്പോഴേ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോൾ ഒരു വാതിൽ തുറന്നു. സ്വർഗത്തിൻ്റെ വാതിലാണ് തുറന്നേ. അവിടെ നിന്ന് ഒരൊറ്റ വിളി, മോനെ എന്നൊരൊറ്റ വിളിയാ. ഇന്ന് പകലും ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. അപ്പന് തുറക്കാൻ കഴിയാത്ത ഒരൊറ്റ വാതിലുമില്ല. ചുറ്റിനും നിന്ന യഹൂദന്മാരും പരീശന്മാരോടും ആമീൻ ഹല്ലേലൂയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവൻ മറിയയുടെ മോനാ. ആരാന്നാ പറഞ്ഞു? ഇവൻ ആരാ? യേശു ആരാ? മറിയയുടെ മോനെന്ന് പറഞ്ഞാൽ അപ്പനില്ലാതെ ജനിച്ചോനെന്ന്. അപ്പൻ ആരാന്ന് അറിയത്തില്ലെന്ന് അവർ ഇൻഡയറക്റ്റ് അങ്ങ് പറഞ്ഞതാണ്. നമ്മൾ ഈ വിളിക്കുന്ന വിളിക്കത്തില്ല ഇടയ്ക്ക്, അത് അവർ ഇൻഡയറക്റ്റ് അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ ചില ദിവസം കഴിഞ്ഞപ്പം സ്വർഗം തുറന്നിട്ട് അപ്പനങ്ങ് വിളിച്ചു, മോനെ എന്നൊരൊറ്റ വിളി. ഇവൻ എൻ്റെ മോനാണ്. ഇന്ന് പകൽ നിങ്ങൾ അപ്പനില്ലാത്തവരല്ല, ആരുമില്ലാത്തവരല്ല. ഇവിടെ ഇരുന്നോണ്ട് ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അകത്തൊരു പറച്ചില്ലേ, ഞാൻ ആരുമില്ലാത്തവളാണെന്ന്, ഞാൻ ആരുമില്ലാത്തവനാണെന്ന്, എനിക്ക് ആരുമില്ലെന്ന്, എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരോടൊക്കെ പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ആരുമില്ലാത്തവരല്ല, നിങ്ങൾ അനാഥരല്ല. സ്വർഗത്തിലൊരു പിതാവുണ്ട്, അവന്റെ മക്കളാണെന്ന് ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ! നമ്മൾ അപ്പനുള്ളവരാ, നമ്മൾ ചോദിക്കാനും പറയാൻ ആളുള്ളവരാ. ഹല്ലേലൂയ! യാക്കോബിന് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ആരുമില്ല. കഴിഞ്ഞ രാത്രി വരെ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങിയ പാർട്ടിയാ, നല്ല ഒന്നാന്തരം പഞ്ഞിമത്തയിൽ തലയണ വെച്ച് കിടന്ന് ഉറങ്ങിയത്. ഇപ്പൊ ആരുമില്ല. എവിടെ കിടക്കുന്നു? മരുഭൂമി കിടക്കുന്നു അല്ലേ? ജീവിതം അങ്ങനല്ലേ? മരുഭൂമിയുടെ അവസ്ഥയല്ലേ? എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയോ നഷ്ടപ്പെട്ട ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എല്ലാം ഉണ്ടായിരുന്നു നിനക്ക്, എവിടെയോ നഷ്ടപ്പെട്ടു, ശത്രു എവിടെയൊക്കെയോ അപഹരിച്ചെടുത്തു. ഇന്ന് പകൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, കടബാധ്യതകളിൽ നിന്നുള്ളൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കടബാധ്യത, ഇതിനകത്ത് കടബാധ്യതയിൽ കടമടയ്ക്കുവാൻ സാധിക്കാതിരിക്കുന്ന ചിലരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെയുള്ളവർ മാത്രം അക്കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. കടബാധ്യതകൾ പ്രാർത്ഥിക്കാൻ പോവാം. ഒരു നിമിഷം വിശ്വസിച്ച് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയുള്ളവർ മാത്രം കടബാധ്യതകൾ, ആമേൻ, ഇന്ന് പകൽക്കാലം ആ കടബാധ്യതകൾ തീർക്കുവാൻ കഴിവില്ലാത്ത ചിലരെ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഇവിടെ യാക്കോബ് നോക്കിക്കേ, യാക്കോബിനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ അത് തിരിച്ചു പിടിക്കാൻ യാക്കോബിന് ഒരു കഴിവുമില്ല, യോഗ്യതയില്ല, അവൻ ബലമില്ല, സമ്പത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ഓടുകയാണ്. ഇപ്പോൾ അവന്റെ ഉള്ളിലുള്ള ഒന്ന് ഭയമാണ്. ഇന്ന് പകൽ അവൻ ഭയം ആരുടെയൊക്കെ ഉള്ളിലുണ്ട്. നാളെയെ നോക്കുമ്പോൾ, സമ്പത്തിനെ നോക്കുമ്പോൾ, അവൻ ശരീരത്തെ നോക്കുമ്പോൾ, തലമുറകളെ നോക്കുമ്പോൾ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഭയം ഉള്ളിലുണ്ട്. ആ ഭയം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അതിനെ ശാസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ കയറിയ ഭയത്തിന്റെ ആത്മാവ് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ! ഭയം ഇന്ന് പകൽ നിങ്ങളെ വിട്ടുപോകുക. ആ ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ആ ഭയം വിട്ടുപോകുക. പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം ആത്മാവില്ല നാവുകൾ തുറന്ന് ദൈവത്തോട് സംസാരിച്ചാട്ടെ. ആ നാവുകൾ തുറന്ന് ദൈവത്തെ വിളിച്ചാട്ടെ. ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. കടബാധ്യതകൾ ഇന്ന് പകൽ ദൈവകരം ഈ ജനത്തിന്റെ മേൽ വരട്ടെ. കടബാധ്യതകൾ മുഖാന്തരം ആ കടം മടക്കി അടയ്ക്കുവാൻ കഴിവില്ലാതെ ഈ ജനത്തിന് വേണ്ടി അടിയൻ കർത്താവിയുടെ ആത്മാവിനാൽ പ്രാർത്ഥിക്കുന്നു. ആ കടബാധ്യതകൾ ഇന്ന് പകൽ പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ ഇളച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കിയേ. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഇരിക്കല്ലേ നിങ്ങൾ അത്രയും പേര്. കർത്താവ് ശിഷ്യന്മാരുടെ ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവ് തൻ്റെ കടം കൊടുത്ത ദാസന്മാരെ വിളിച്ചു, കടം തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഒരുത്തന് കടം തിരിച്ചടയ്ക്കാൻ വകയില്ല, അവൻ യാതൊരു കഴിവുമില്ല. അവൻ ഓടി രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് നിലമ്പാട് വീണിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ്, ഈ കടം അടയ്ക്കാൻ എനിക്കിപ്പോൾ യാതൊരു നിവൃത്തിയുമില്ല, ഞാൻ അടച്ചോളാം, എനിക്ക് തരാൻ
ഞാൻ തരാനുള്ളവനാണ്, ബാധ്യതയുള്ളവനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ നിരസിക്കുന്നില്ല. അത് തരുവാൻ എനിക്കിപ്പം കഴിവില്ല, പക്ഷേ എനിക്കത് ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം. പക്ഷേ ആ തീരുമാനം ഒരു ചെറിയ തീരുമാനമാണ്. ആ തീരുമാനം എടുത്തവനോട് രാജാവ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നീ തരണ്ട. ആരോടൊക്കെയുള്ള ദൂത ഏറ്റെടുക്കാമേ, ഏറ്റെടുത്തു. ഇതൊരു വചനമാ, കർത്താവ് പറഞ്ഞതാ. ഇന്ന് പകൽ സ്വർഗത്തിലൊരു രാജാവ് നിങ്ങൾക്കുണ്ട്. ഒരു രാജാതി രാജാവ് ഈ പകൽ കടമിണച്ചാൽ ആർക്കും അത് തിരിച്ചു ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഈ പകൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു പറഞ്ഞ ആ വചനം ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കർത്താവേ, ഈ ജനത്തിനകത്ത് കടം തിരിച്ചടയ്ക്കാൻ ബാധ്യതയില്ലാത്തവര്, അവർക്ക് അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സുണ്ട്, പക്ഷെ അടയ്ക്കുവാൻ ബാധ്യതകൾ അടയ്ക്കുവാൻ തിരിച്ചടയ്ക്കുവാൻ കഴിവില്ലാത്തവർ ഈ പകൽ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ അടച്ചുകൊള്ളാം, പക്ഷെ നീ പറഞ്ഞൊരു വാക്കുണ്ട് രാജാവേ, നീ തിരിച്ചു തരണ്ട. ആ കടം ഇളച്ചു കൊടുത്ത ഒരു രാജാതിരാജാവായ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ആ കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസലാകട്ടെ. താങ്ക് യു ജീസസ്. അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. ഇരുന്നാട്ടെ. യാക്കോബിലേക്ക് നമ്മൾ ഓടി വന്നേ. യാക്കോബ് ആരുമില്ലാത്തവനായിട്ട് അവിടെ കിടക്കുക. ഇവന്റെ ഉള്ളിൽ കയറി 1 ഭയം, 2 ആരുമില്ല എന്നുള്ളൊരു തോന്നൽ, 3 അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് നമ്മൾ വായിച്ചേ. അതൊന്ന് വായിച്ചേ. 28-21 പെട്ടെന്ന് വാ. യാക്കോബ് അവിടെ നിന്ന് ഒരു തീരുമാനമെടുത്തു. എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടക്കി വരുത്തിയാൽ യഹോവ എൻ്റെ ചെറിയ തീരുമാനമാണ്, ചെറിയ തീരുമാനം, പക്ഷേ അതൊരു വലിയ വിടുതലിലേക്ക് കൊണ്ടുവരികയാണ്. ചെറിയ തീരുമാനങ്ങൾ, ദൈവത്തോടെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ വലിയ വിടുതലിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അടുത്തിരിക്കുന്ന ആളിന് കൈകൊടുത്ത മുഖത്തോട്ട് നോക്കി പറയാം, ഇന്ന് പകലെടുക്കുന്ന ചെറിയ തീരുമാനം ഒരു വലിയ വിടുതലിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. യാക്കോബ് ഒരു ചെറിയ തീരുമാനമെടുത്തു. 1, യഹോവ എൻ്റെ ദൈവമായിരിക്കും. അവൻ്റെ രക്ഷ അവിടെയാണ് നടക്കുന്നത്. ഇന്ന് പകൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരം ഒരുപാടൊന്നുമില്ല, ഒരവസരമായിരിക്കും കിട്ടുന്നത്. അത് പാഴാക്കില്ല. റോമാലേഖനം 10:9 പറയുന്നു, അവനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റു പറയുകയും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യാക്കോബ് ഒരു ചെറിയ തീരുമാനമെടുത്ത് ആ തീരുമാനം അവനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ്. ആ രാത്രിയിൽ അവൻ അവിടെ കിടന്നുറങ്ങി. എന്ത് സംഭവിക്കാമായിരുന്നു? പക്ഷേ നേരം പ്രഭാതത്തിൽ അവൻ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് തൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലെത്തി. അമ്മാച്ചൻ്റെ ഭവനത്തിൽ 20 വർഷം, തൻ്റെ ആയുസിൻ്റെ 20 വർഷമാണ് അവിടെ സ്പെൻഡ് ചെയ്തത്. 7 14 വർഷം 2 ഭാര്യമാർക്ക് വേണ്ടി, അടുത്ത 6 വർഷം ആടുകൾക്ക് വേണ്ടി. തനിക്ക് വേണ്ടി എപ്പം ജീവിച്ചു അല്ലേ? ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, വർഷം 5, 10, 15, 20 കഴിഞ്ഞു പോയില്ലേ? ഇന്നും യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ല എന്ന് പറയുന്ന ചിലർ ഇതിനകത്തുണ്ടല്ലോ. പക്ഷേ ഇന്ന് പകൽ യാക്കോബിനെ ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ അവസ്ഥ മാറ്റുവാൻ ദൈവത്തിന് നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ ഒരുപാട് വർഷമൊന്നും വേണ്ട, ഒറ്റ ദിവസം മതി. ഈ ശമരിയിൽ ക്ഷാമമുണ്ടായപ്പം, ഭയങ്കര ക്ഷാമം, അവിടെ കുഞ്ഞുങ്ങളെ വരെ തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് പ്രവാചകന്റെ അടുക്കൽ പ്രാർത്ഥനാ വിഷയം എത്തിയത്. പ്രവാചകൻ അവരോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ, അല്ലേ, എത്ര സമയം കൊടുത്തു? 24 hour ടൈം, 24 മണിക്കൂറിനകത്ത് അവസ്ഥയെ മാറ്റുന്നൊരു ദൈവത്തെയാ വചനം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പകലും നിന്റെ വിടുതലിരിക്കുന്നത് വർഷങ്ങൾക്കപ്പുറത്തല്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവം ശക്തനല്ലോ, വിടുവിക്കുവാൻ അവൻ ശക്തനല്ലോ. ഹല്ലേലൂയ. 24 മണിക്കൂറിനകം നാളെ ഈ നേരത്ത് നിങ്ങൾ ഒരു അത്ഭുതം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, ഇതിനകത്തുനിന്ന് പോകുന്നതിന് മുന്നമേ വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങളെ തട്ടി ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അല്പസമയം ആ ശക്തി ഇന്ന് പകൽ നിങ്ങളെ വിടുവിക്കുവാൻ വരുന്ന ഒരു ദൈവശക്തിയായി വ്യാപരിക്കട്ടെ.
ആള് തീരുമാനമൊക്കെ എടുത്തു. യാക്കോബേ തീരുമാനമൊക്കെ എടുത്തു. അമ്മാച്ചന്റെ വീട്ടിൽ പോയി, പക്ഷെ തീരുമാനം മറന്നുപോയി. അതാ ഞാൻ മുമ്പേ പറഞ്ഞു, എടുത്ത തീരുമാനം മറന്നു. 20 വർഷം അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം പിന്നെ ഇറങ്ങി വന്നത്. അവനെ ബേഥേൽ എന്നൊരു പേരങ്ങോട്ട് ഓർമ്മിപ്പിച്ചു. നീ തീരുമാനം എടുത്തിടത്ത് ദൈവമാണ്. ഞാൻ ദൈവം നിൽക്കുന്നത് എപ്പോഴും ഈ തീരുമാനത്തിൽ. ചെറിയ തീരുമാനമാണ്, പക്ഷെ അതൊരു വലിയ വിടുതലാണ്. ഈ പകൽ എടുത്ത തീരുമാനങ്ങൾക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ വിടുതൽ തുടങ്ങുക. എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ വിടുതൽ ആരംഭിക്കുക. യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ മടങ്ങി വരണം. എവിടേക്ക്? തീരുമാനമെടുത്തിടത്തേക്ക് മടങ്ങി വരണം. യാക്കോബ് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന് പെട്ടെന്ന് വായിച്ചേ, 28-21. ഒന്ന്, ദൈവം ഈ ദൈവത്തെ യഹോവയെ അവൻ ദൈവമായിട്ട് സ്വീകരിക്കുക. ഇതാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ദൈവത്തെ സ്വീകരിക്കുന്നതാണ് രക്ഷ. എന്താ രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതല രക്ഷ. സിമ്പിളാ, ഒരുപാട് തിയറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞ ശിക്ഷ എന്നുള്ള വിടുതലാണ് രക്ഷ. ആര് ചോദിച്ചാലും പറഞ്ഞോണം, ശിക്ഷ എന്നുള്ള വിടുതലാണ് രക്ഷ. എന്തായിരുന്നു ശിക്ഷ? മരണമായിരുന്നു ശിക്ഷ, അല്ലേ? ഏദൻ തോട്ടത്തിൽ ചെന്ന് ദൈവം ആദമിനോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമില്ലേ? എല്ലാ പഴവും തിന്നോണം, അല്ലേ? തിന്നാനല്ലയോ ദൈവം ഉണ്ടാക്കിയേ? അങ്ങനല്ലയോ നമ്മൾ ഇന്ന് പോന്നേ? ആരും തിന്ന് കഴിക്കുന്നവരില്ലേ? വിശപ്പില്ല. ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ആദ്യം പറഞ്ഞത്, നീ എന്തോ ചെയ്തോണം? തിന്നാൻ പറ്റുന്ന മുഴുവൻ തിന്നോണം. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു, ആ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്നതിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം. പക്ഷെ അതാ പുള്ളി നമ്മളോടും ഇങ്ങനെ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഒരു ബുക്ക് ഒക്കെ എടുത്തിട്ട് ഇത് കുഞ്ഞുങ്ങൾ വായിക്കരുത് എന്ന് എഴുതി വെച്ചാൽ കുഞ്ഞുങ്ങൾ ആദ്യം പോയിട്ട് അത് വായിക്കും, അല്ലേ? നമ്മളോടും അല്ലേ, പുരുഷന്മാരോട് അറിയാം, ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ കീഴിൽ പോയി ഇത് മനുഷ്യൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുക? ഇൻബിൽറ്റാ, അല്ലേ? അങ്ങനല്ലേ? പാർഷന്മാർ നിങ്ങളോട് മോനെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് എന്തോ ചെയ്യും? വചനം നമ്മളോട് എന്തെങ്കിലും അരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ടെൻഡൻസി മനുഷ്യൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപം. ഈ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വ്യഭിചാരം ചെയ്യുന്നതും കള്ളു കുടിക്കുന്നതും ഇതൊന്നും അല്ല. പാപം, നമ്മൾ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? യോ വിശുദ്ധന്മാരും വിശുദ്ധമാണ്, പാപികളാരുമില്ലേ ഇത്? എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നേ? നമ്മൾ പാപം ചെയ്തു പാപികളായവരല്ല, നമ്മൾ പാപികളായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. നമ്മൾ പാപികളായതുകൊണ്ട് പാപം ചെയ്യുക. ജനിച്ചത് പാപത്തിലാണ്, അതാ നമ്മുടെ പ്രശ്നം. നമ്മളെങ്ങനെ ജനിച്ചേ? പാപത്തിൽ ജനിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ ശരീരത്തിൽ എൻ്റെ ജഡത്തിൽ പാപം ഉണ്ട്. അത് പാപത്തിന് എന്നെ അടിമയാക്കി കളയുന്നു. അപ്പോൾ പാപത്തിൽ നമ്മൾ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അങ്ങനെ ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ കയറ്റിയിട്ടിട്ടുണ്ട് പിശാച്. അത് എവിടെ നിന്ന് വന്നതാണ്? ആദമിൽ നിന്ന് തുടങ്ങിയതാണ്. ആദമിനോട് ദൈവം അരുതെന്ന് പറഞ്ഞു. അരുതെന്ന് പറഞ്ഞ കൽപ്പനയെ ആദം എന്ത് ചെയ്തു? ലംഘിച്ചു. അതാ പാപം. വചനത്തിൽ എന്തെങ്കിലും അരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ലംഘിക്കുന്നതാണ് എന്ത്? പാപം. അതിനെ ആ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ ദൈവം കൊടുത്ത ന്യായപ്രമാണം പറയുന്നതൊക്കെ അരുത് 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 അരുത്. അങ്ങനെ അവർ അതിനെ ലംഘിക്കാൻ തുടങ്ങി. അതാ വചനം പറയുന്നത്. കൽപ്പന വന്നില്ലായിരുന്നെങ്കിൽ പാപം ചെയ്യത്തില്ലായിരുന്നു. കൽപ്പന വന്നതുകൊണ്ട് ഞാൻ പാപത്തെ അറിഞ്ഞു, അല്ലേ? ഒരു റോഡിൽ 80 കിലോമീറ്റർ സ്പീഡ് എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 80-ന് മുകളിൽ വാഹനം അവിടെ ഓടിക്കരുത്. നമ്മൾ 90-ൽ ഓടിച്ചാൽ അതിൻ്റെ പേരെന്താണ്? അതാണ് കുറ്റം, അല്ലേ? എങ്ങനെയാ അത് കുറ്റമായത്? അവിടെ 80 എന്ന് എഴുതി വെച്ചതുകൊണ്ട് അത് കുറ്റമായേ. അവിടെ അത് എഴുതി വെക്കാതിരുന്നുവെങ്കിൽ അത് കുറ്റമല്ലായിരുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമം കൊടുത്തത് കൊണ്ടാണ് അവർ അത് ലംഘിച്ചപ്പോൾ അത് പാപമായത്. ഈ നിയമം കൊടുത്തില്ലായിരുന്നെങ്കിൽ പാപമല്ലായിരുന്നു.
ദൈവം ആദമിനോട് ആകെ പറഞ്ഞത് പഴം കഴിക്കരുത് എന്നാ പറഞ്ഞു. അത് കഴിച്ചപ്പോഴാണ് ലംഘനമായത്. ലംഘനമാണ് നമ്മളിൽ എന്ത് കൊണ്ടുവരുന്നത്? പാപത്തെ കൊണ്ടുവരുന്നത്. ഇന്ന് പകലും എവിടെയൊക്കെയോ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ കൊണ്ടുവരുന്നതാ. പക്ഷെ ക്രിസ്തുവിലുള്ള വിശ്വാസം, റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട്, റോമർ 5:1, മൂലം അയ്യോ ദൈവവുമായുള്ള സമാധാനം നഷ്ടപ്പെട്ടു. ഇവിടെ സമാധാനം നഷ്ടപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു യാക്കോബ. എപ്പോൾ എൻ്റെ സഹോദരനെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് ഭയം കയറി, ഭീതി കയറി, ഒന്നുമില്ലാത്തവനായി, ആരുമില്ലാത്തവനായി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവനായി ഓടിപ്പോകുന്ന യാക്കോബേ, ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ചിലതിനോട് പറയുന്നത്, ആ ഭയം മാറ്റിയിട്ട് ആമേൻ ഹല്ലേലൂയ, ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നത് യേശുവിലുള്ള വിശ്വാസമാണെന്ന് വചനം നമ്മളോട് പറയുന്നു. ഈ പകൽ ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തോടൊരു സമാധാനം. ഈ പകൽ സമാധാനമില്ലാത്ത ചിലതിൻ്റെ മേൽ ക്രിസ്തുവേശു മുഖാന്തരം ദൈവിക സമാധാനത്തിന്റെ ആത്മാവ് ഈ പകൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെയോ സമാധാനം നഷ്ടപ്പെട്ട ചിലത്, മാനസിക നില നഷ്ടപ്പെട്ട ചിലതിന്റെ മേൽ സമാധാനം ഈ പകൽക്കാലം വ്യാപരിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കും. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണ് നീതീകരണം. ഞാൻ ജനിച്ചത് എങ്ങനെയാണ്? പാപത്തിൽ. ഞാൻ പാപി അല്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നതാ നീതീകരണം, അല്ലേ? ഒരാളെ കൊന്നിട്ട് ഒരു മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവൻ്റെ പേരിൽ കുറ്റം ചുമത്തി അവനെ കോർട്ടിൽ കൊണ്ടുചെന്ന് നിർത്തി, ജഡ്ജി അവനെ ന്യായവിസ്താരമൊക്കെ നടത്തി, അവസാനം കുറ്റപത്രം വായിക്കുമ്പോൾ അവനോട് ഇങ്ങനെ പറയും, നീ ഈ കുറ്റം ചെയ്തതുകൊണ്ട് ശിക്ഷയ്ക്ക് യോഗ്യനാണ്, നിനക്ക് ഇത്ര വർഷത്തെ തടവിന് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു, അല്ലേ? ഈ ശിക്ഷ വിധിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി, ഈ പകൽ നമ്മൾ ഓരോരുത്തരും ഈ ശിക്ഷയ്ക്ക് യോഗ്യരായിരുന്നു. ആദം ചെയ്ത ലംഘനത്തിൻ്റെ ഫലം റോമാലേഖനത്തിൽ വായിക്കുന്നു, സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എന്നിലും എൻ്റെ കുഞ്ഞിലും ഈ മരണം പരന്നിരിക്കുകയായിരുന്നു. ആദമിനോട് ദൈവം പറഞ്ഞു, നീ പഴം തിന്നുന്ന നാളിൽ മരിക്കും. ഒരാത്മീക മരണം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ മരണം എവിടെ വരെ പരന്നു? റോമാലേഖനത്തിൽ പറയുന്നു, അത് സകല മനുഷ്യരിലും പരന്നു. ഇന്ന് പകൽ നമ്മളിലും അത് പരന്നിരുന്നു. എന്നാൽ ആ മരണത്തിന് കാരണമായ ലംഘനത്തിൻ്റെ ശിക്ഷ, ദൈവത്തിൽ നിന്ന് വന്ന മരണമെന്ന ശിക്ഷ, ആ ശിക്ഷിക്കപ്പെടുവാൻ കോർട്ടിൽ നിർത്തിയിരിക്കുമ്പോൾ ഒരു വ്യക്തി അവിടേക്ക് കയറി വന്നിട്ട് പറയുകയാണ്, ഈ മനുഷ്യനല്ല അത് ചെയ്തത്, ഞാനാണ് ആ കുറ്റം ചെയ്തത്, എന്നെ ശിക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ കോർട്ടിലിരുന്ന ജഡ്ജി ആമീൻ ഹല്ലേലൂയ ശിക്ഷയ്ക്ക് വിധിച്ച മനുഷ്യന്റെ ശിക്ഷയെ ആമീൻ ഹല്ലേലൂയ ക്യാൻസൽ ചെയ്തിട്ട് ആമീൻ ഹല്ലേലൂയ കുറ്റമേറ്റെടുത്ത മറ്റേ വ്യക്തിയെ ആമീൻ തടവിന് ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇന്ന് പകലും കാൽവറിയിൽ എന്റെയും നിങ്ങളുടെയും ആമീൻ ശിക്ഷയെ ആമീൻ ഏറ്റെടുത്തൊരു യേശുവിങ്കിലേക്കൊന്ന് നോക്കിക്കേ. ഞാനും നിങ്ങളും മരണത്തിന് ശിക്ഷിക്കപ്പെട്ട് ആമീൻ പാതാളത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് മാറ്റപ്പെടേണ്ടിയ നമ്മളുടെ ശിക്ഷ കാൽവറിയിൽ ഒരുവൻ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ സകല അനീതികളെ ചുമന്നുകൊണ്ട്, നമ്മുടെ ലംഘനങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും പകരമായി പ്രായശ്ചിത്ത യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ മരണം നമ്മെ ശിക്ഷയിൽ നിന്നും രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മെ അവൻ രക്ഷിച്ചേ. ഇന്ന് പകൽ ആ രക്ഷ കിട്ടി എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഈ മരണശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാപിക്കാൻ സാധിച്ചു? ദൈവത്തെ സ്തുതിച്ച്. ഇന്ന് പകൽ ആരെങ്കിലും എൻ്റെ ലംഘനങ്ങൾ മുഖാന്തരം ഞാൻ ശിക്ഷിക്കപ്പെടാതെ മരണത്തിൽ നിന്ന്, ആ ഹല്ലേലൂയ രണ്ടാം മരണത്തിൽ നിന്ന്, നരകത്തിലേക്കുള്ള പോക്കിൽ നിന്ന്, എൻ്റെ പാപ മുഖാന്തരമുള്ള മരണത്തിൽ നിന്ന് എനിക്കൊരു നിത്യരക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ നീതീകരിക്കുന്ന പകലാകട്ടെ.